എല്ലാ ദൈവമകൾക്കും ക്രിസ്തയേശുവിൽ സ്നേഹം വന്ദനം അറിയുകയാണ്. I greet you all in the matchless and marvelous name of our Lord and Savior Jesus Christ. I consider this is my great privilege to stand in front of you with the living and infallible word of God. ദൈവത്തിൻ്റെ ജീവനുള്ള വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തിനായി നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യം നാം വിശുദ്ധ തിരുവചനം ധ്യാനിക്കുവാനിടയായി. Last time we were thinking about baptism. What else? Rooted in Christ. Then praise the Lord. Anyway, കർത്താവ് പ്രിയ കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിൽ വെക്കുവാനായിട്ട് കർത്താവ് അവസരം കൊടുത്തല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. Today I would like to speak about a short subject. The subject is the fruitful life. What is a Malayalam? Yesterday I was asking my wife, ഈ ഫലപ്രദമായ ജീവിതം എന്തുവാ? എന്തുവാ ഫലപ്രദമായ ജീവിതം? Let me ask you, what is the fruitful life? Can somebody say that? What's a fruitful life? Fruit of the Spirit is there. മലയാളത്തിൽ ഫലപ്രദമായ ജീവിതം, അല്ലെ കുറച്ചുകൂടെ നമ്മുടെ പെന്തക്കോസ്തുകാരുടെ ഭാഷ പറഞ്ഞ ഫലപ്രദമായ ക്രിസ്തീയ ജീവിതം. എന്താണ് ഈ ഫലപ്രദമായ ക്രിസ്തീയ ജീവിതം? വാട്ട് ഈസ് ദ ഫ്രൂട്ട്ഫുൾ ലൈഫ്? പറഞ്ഞു നിൽക്കൂ. നമ്മൾക്ക് തെറ്റ് പറ്റണമല്ലോ അല്ലേ? പറഞ്ഞോ. ഫലപ്രദമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ലൈഫ് ദാറ്റ് വി ഹാവ് ടു save the souls. Then anything else? And do something for the kingdom of God. Brilliant. Then പറഞ്ഞോ കുഞ്ഞുങ്ങൾ പറഞ്ഞേ. എനിക്കത് സോറി മോനെ. Life of purpose. There is a purpose behind our life. The thing is that what is the purpose എന്നുള്ളതാണ്. അതിലേക്ക് ഞാൻ വരാം. Then what else? What else? Come on. ഫലപ്രദമായ ജീവിതം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. ഫലപ്രദമായ ജീവിതം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം? We have to live according to God's will and God's commandment. അല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ ഹിതപ്രകാരം അല്ലെങ്കിൽ ദൈവഹിതപ്രകാരം നാം ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വളരെ ശാന്തമായൊരു തിരുവചന ധ്യാനമാണ്. അധികം ആമീനും പ്രൈസിലോടും ഒന്നും കാണത്തില്ല. എന്നാൽ പോലും വളരെ ശാന്തമായി ഞാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യണം? മനസ്സിലാകണം. കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഫലപ്രദമായ ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ച് ഞാൻ ഇന്നലെ രാത്രിയിലാണ് എനിക്ക് തോന്നുന്നു 8 മണിക്ക് 9 മണിക്ക് കണ്ട സമയത്താണ് ഈ ഒരു ടോപ്പിക് എനിക്ക് കിട്ടുന്നത്. Actually, I was trying to give a message regarding the rooted in Christ. Then I don't know, the Spirit of the Lord leads me to the different subject. It's a fruitful life. And I went to different books and I was meditating on that all night, and I got some points I would like to share with you in this worship. So, ഈ ഫ്രൂട്ട്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്, നിങ്ങൾ അല്പസമയം നിങ്ങളുടെ ചിന്തയെ തിരിക, നിങ്ങളുടെ ഏകാഗ്രതയെ അല്പസമയം ചോദിക്കുകയാണ്. ഈ ഫ്രൂട്ട്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് ഇതൊരു ആത്മീയ സ്വഭാവമാണ്. ഇറ്റ്സ് എ ഹെവൻലി അല്ലെങ്കിൽ ഇറ്റ്സ് എ ഡിവൈൻ ആറ്റിറ്റ്യൂഡ് വിച്ച് വി ആർ ഗെറ്റിംഗ് ഫ്രം ഗാഡ്. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളൊന്ന് പറയാമോ? ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങളൊന്ന് പറയാം. ഞാൻ പറഞ്ഞ ഭാഗം ഇറ്റ്സ് എ ഡിവൈൻ ആറ്റിറ്റ്യൂഡ് which we are receiving or which we are getting from the God. അതിനെയാണ് എന്ത് പറയുന്നത്? ഫ്രൂട്ട്ഫുൾ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുവാൻ ഇടയായിത്തീരുന്നത്. ഇത് ദ സെയിം ടൈം
ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പായി ലെറ്റ് മി ഗീവ് യു എ മീനിങ് ഓർ ഡെഫിനിഷൻ സംതിങ് അബൌട്ട് ഫ്രൂട്ട്ഫുൾ ലൈഫ്. ഈ ഈ നമ്മുടെ ഫ്രൂട്ട്ഫുൾ അല്ലെങ്കിൽ ഫലവത്തായ ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ച് ഒരു നിർവചനം, ഡെഫിനിഷൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച ശേഷമായിട്ട് എന്താണ് അതുമായി അതോടൊപ്പം തന്നെ ചില വിഷയങ്ങൾ കൂടെ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കുകയാണ്. സോ ഫസ്റ്റ് ലെറ്റ് മി ഗീവ് യു എ ഡെഫിനിഷൻ സംതിങ് അബൌട്ട് ഫ്രൂട്ട്ഫുൾ ലൈഫ്. ഇന്നലെ ഞാനത് ഒന്ന് വായിക്കാം. ഞാൻ എഴുതി വെച്ചത് നിങ്ങൾക്കൊന്ന് വായിക്കാം. അതിനുശേഷമായിട്ട് ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കാം. സോ നിങ്ങളൊന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഒരു ഫലവത്തായ ക്രിസ്തീയ ജീവിതം അത് കർത്താവിൻ്റെ സ്വഭാവം വെളിപ്പെടുന്ന, പ്രിയമോൻ പറഞ്ഞതുപോലെ ലക്ഷ്യം വെളിപ്പെടുന്ന, അത് പ്രിയ കുഞ്ഞുങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആത്മാവിൻ്റെ ഫലങ്ങൾ വെളിപ്പെടുന്ന ജീവിതമാണ് എന്താ നമ്മുടെ വിഷയം മാറിപ്പോലെ ഫ്രൂട്ട്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറയാം. ഒന്നുകൂടെ ഞാൻ വായിക്കാം. ഇത് ഞാൻ പറയാൻ പോയാൽ അത് മിക്കവാറും കുളമാകും. അതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത്. ഒരു ഫലവത്തായ ക്രിസ്തീയ ജീവിതം അത് കർത്താവിൻ്റെ സ്വഭാവം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ജീവിതമായിരിക്കണം. രണ്ടാമത്, കർത്താവിൻ്റെ സ്വഭാവം മാത്രമല്ല, കർത്താവിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? പ്രാവർത്തികമാകണം. ആ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ആത്മാവിൻ്റെ ഫലങ്ങളുണ്ട്. ആ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിലൂടെ വെളിപ്പെടുന്ന ജീവിതത്തിന് പറയുന്ന പേരാണ് ഫ്രൂട്ട്ഫുൾ ലൈഫ്. സത്യം പറഞ്ഞാൽ ഒരു നല്ല പെന്തക്കോസുകാരനായിരിക്കുക എന്ന് പറയാം. ഇപ്പോഴത്തെ പെന്തക്കോസുകാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ കാണുന്ന പെന്തക്കോസുകാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരു നല്ല പെന്തക്കോസുകാർ, ഈ പെന്തക്കോസ് എന്ന് പറയുന്നത് തന്നെ ഒരു അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു ജീവിത മാർഗമാണ്. ഇന്നും ഒരു സഭയെന്നുള്ളതിനപ്പുറത്ത് ഞാനതിനെ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു ജീവിത ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് സ്റ്റൈൽ. ഇറ്റ്സ് എ വേ ഓഫ്, അത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമ്മളെ കൊണ്ട് സാധിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും ഞാനൊരു ഫ്രൂട്ട്ഫുള്ളായ ഒരു ദൈവ പൈതലാണെന്ന് പറയാൻ സാധിക്കും. സ്തോത്രം. നമുക്കറിയാം എന്താണ് ആത്മാവിൻ്റെ ഫലങ്ങളെന്ന്. നമുക്കെല്ലാം വി നോ ഓൾ ദ വാട്ട്സ് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്, അല്ലേ? നമ്മളെല്ലാവർക്കും ബൈ ഹാർട്ടായിട്ട് അറിയാവുന്ന വിഷയമാണ്. വാട്ട് ആർ ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്? അല്ലേ? വളരെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സന്തോഷം, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസത, സൗമ്യത, ലാസ്റ്റിലെ സെൽഫ് കൺട്രോൾ. നിങ്ങൾ മലയാളത്തിൽ, നിങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞ് ഞാൻ അതാണ് ഇന്ദ്രിയ എന്നുള്ള പദം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സെൽഫ് കൺട്രോൾ. ഈ വിഷയങ്ങളൊക്കെ ഒരുവനിൽ വെളിപ്പെടുമ്പോൾ അവനെ നമുക്ക് പേര് തെറ്റാതെ വിളിക്കാം. എന്ത് വിളിക്കാം? അല്ല, പെന്തക്കോസ്തുകാരനാണ്. റീസണോ അവനെ ആയിരിക്കണം നമ്മൾ പെന്തക്കോസ്തുകാരൻ എന്ത് ചെയ്യേണ്ടത്? വിളിക്കേണ്ടത്. ഓക്കെ. സോ ആത്മീയ സ്വഭാവം അത് ഒരിക്കലും ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു കാര്യം അല്ല. ഇറ്റ്സ് നോട്ട് സംതിങ് വി ആർ ഗെറ്റിംഗ് ഫ്രം ദിസ് എർത്ത് ബിയോണ്ട്. അതിനുശേഷം ഇത് ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു കാര്യമാണെന്ന് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ ഈ ക്രിസ്തീയ സമൂഹത്തിൽ നമ്മുടെ ഇടയിൽ തന്നെ തെറ്റായ ഫലപ്രദമായ ജീവിതമുണ്ട്. അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പഠിപ്പിക്കുന്ന ചില തെറ്റായ ചില ഫ്രൂട്ട്ഫുൾ ലൈഫുണ്ട്. എന്തൊക്കെയെന്ന് പറയാമോ? നമ്മളതിനെ വിളിക്കുന്നത് ഫ്രൂട്ട്ഫുള്ളായ ഒരു ലൈഫ് എന്നാണ് പറയുന്നത്. മെറ്റീരിയൽ സക്സസ്. നമുക്ക് ഒരു ബിസിനസ് നടത്തി, ഒരു ജോലി കിട്ടി, അല്പം സമ്പത്ത് നമുക്കുണ്ടായിപ്പോയെങ്കിൽ നമ്മൾ പറയണ്ടോ, ഞങ്ങളുടെ അമ്മച്ചി പണ്ട് പ്രാർത്ഥിച്ചതാ, ഞങ്ങളുടെ അപ്പച്ചൻ പണ്ട് പ്രാർത്ഥിച്ചതാ, ഞങ്ങളുടെ അപ്പം പ്രാർത്ഥിച്ചതാ, ഞാൻ പ്രാർത്ഥിച്ചതാ, ഒത്തിരി മുട്ടുമേ നിന്നതാ, ഒത്തിരി കരഞ്ഞതാ, ദൈവം ഞങ്ങളെ എന്ത് ചെയ്തു? ശരിയാ, അധ്വാനിക്കാൻ മനസ്സുള്ളവരെ എല്ലാം കർത്താവ് എന്ത് ചെയ്യും? നിങ്ങൾ നോക്കിയാൽ മതി. ലോകത്തിൽ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കർത്താവ് അനുഗ്രഹിച്ചേക്കുന്ന ആരെയാ? സത്യ.
ഏറ്റവും കൂടുതൽ അങ്ങനൊരു തിയോളജി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ദൈവം അനുഗ്രഹിച്ചേക്കുന്നത് അംബാനിയെയാണ്. അതിനുശേഷമായിട്ട് താഴോട്ടുള്ള ഓരോ പട്ടികയും നമുക്കറിയാമല്ലോ, അവരെയൊക്കെയാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഭൂമിയിൽ കുറേ സമ്പത്തുണ്ടാക്കിയാൽ നമുക്ക് കൊള്ളാം. സമ്പത്തില്ലെങ്കിൽ പഴിഞ്ഞു കുടിക്കുക, സമ്പത്തുണ്ടെങ്കിൽ ബിരിയാണി എന്ത് ചെയ്യുക. ഇന്ന് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇതും പലപ്പോഴും നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നറിയാമോ, ദൈവവുമായിട്ടും ദൈവജനവുമായിട്ടും എല്ലാം എന്ത് ചെയ്യുക. കർത്താവിനോട് പറയുന്നുണ്ട്, പിശാച് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ മുമ്പിൽ ഒന്നും എന്ത് ചെയ്താൽ മതി പറഞ്ഞതാ. കർത്താവിനോട് പറഞ്ഞതാ. ആര് പറഞ്ഞതാ? പിശാച് പറഞ്ഞതാ. എൻ്റെ മുമ്പിൽ ഒന്നൊന്ന് കണ്ണടച്ചാൽ മതി, അല്ലെങ്കിൽ ഒന്ന് മുട്ടുമടക്കിയാൽ മതി, കാണുന്നതെല്ലാം. അപ്പോൾ ആരും കൊടുക്കും അനുഗ്രഹം? ആരും കൊടുക്കും അനുഗ്രഹം? അപ്പം നമ്മുടെ ഇരിക്കുന്ന പല അനുഗ്രഹങ്ങളും ആരുടെയാണെന്നുള്ളത് അറിയിച്ചല്ലോ. രണ്ട് സൈഡിൽ നിന്ന് കിട്ടാൻ വകുപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഇരിക്കുന്ന പല സാധനങ്ങളും ആരുടെയാണെന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യണം, മനസ്സിലാക്കിക്കൊള്ളണം. സോ നമ്മുടെ പ്രൊഫഷൻ, നമ്മുടെ കാര്യം പലപ്പോഴും പറയാറ് ശരിയാണ്. പഠിക്കാൻ താല്പര്യമുള്ളവർ പഠിക്കണം. അത് ഒരു കഴിവാണ്, അല്ലേ? അതൊരു കഴിവായിട്ട് നമ്മളതിനെ കാണണം. ദൈവത്തിൻ്റെ ഒരു സഹായം അതിനകത്ത് ഇല്ലയെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ദൈവത്തിൻ്റെ സഹായം ഉണ്ട്. എങ്കിൽ പോലും ഒരു ഫ്രൂട്ട്ഫുൾനെസ് അല്ലെങ്കിൽ ഒരു ഫലപ്രദമായ ക്രിസ്തീയ ജീവിതത്തിന് വിദ്യാഭ്യാസം അനിവാര്യമാണെന്നൊന്നും ഞാൻ എന്ത് ചെയ്യല്ല, പ്രസംഗിക്കത്തില്ല. പ്രൈസല്ലോ, ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ഭാഗം നിങ്ങൾക്ക് മനസ്സിലാകുന്നു. രണ്ടാമതായിട്ട് ബിസി ചർച്ച് ഇൻവോൾവ്മെൻ്റ് എന്ന് പറയും. അതായത് അറ്റൻഡിങ് ചർച്ച് വിതൗട്ട് ഇൻറ്റിമസി വിത്ത് ക്രൈസ്റ്റ്. എല്ലാ മീറ്റിങ്ങിലും നമ്മൾ എന്ത് ചെയ്യും? എൻ്റെ കാര്യം പറയാൻ പറ്റത്തില്ല, ഞാൻ വല്ലപ്പോഴും വരുന്നത്. എല്ലാ മീറ്റിങ്ങുകളിലും നമ്മൾ മുടങ്ങാതെ എന്ത് ചെയ്യും? പങ്കെടുക്കും. പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, എല്ലാ മീറ്റിങ്ങിലും മുടങ്ങാതെ നമ്മൾ പങ്കെടുക്കും. അതിനെല്ലാം നാം വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു ക്രിസ്തീയ ജീവിതമുണ്ട്, ഒറ്റ മീറ്റിംഗ് ഞാൻ എന്ത് ചെയ്യത്തില്ല. പക്ഷേ ചോദ്യം ഇതാണ്, ഡു യു ഹാവ് എ ഫ്രൂട്ട്ഫുൾ ക്രിസ്ത്യൻ ലൈഫ്? എല്ലാ മീറ്റിങ്ങിലും മുടങ്ങാതെ പങ്കെടുക്കുന്നുണ്ടല്ലോ, നല്ല കാര്യമാണല്ലേ. പക്ഷേ കർത്താവുമായിട്ടൊരു ഇൻറ്റിമസി തന്നെ കൊണ്ടോ എന്ന് ചോദിച്ചാൽ, സോ വാട്ട് ആൻസർ വി ആർ ഗോയിങ് ടു ഗീവ്? എന്ത് ആൻസറാണ് നാം കൊടുക്കാനായിട്ട് പോകുന്നത്? അതോടൊപ്പം തന്നെ അതുപോലെ അടുത്തൊരു കാര്യമാണ്, നമുക്കെല്ലാവർക്കും നല്ല ഗുഡ് മോറൽ ബിഹേവിയർ ഉണ്ട്, അല്ലേ? നിങ്ങളുടെയൊക്കെ മുമ്പ് ഞാൻ നിൽക്കുമ്പോൾ മുടിയൊക്കെ വെട്ടി വെള്ളമെടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഞാൻ നിൽക്കുക, നിങ്ങളെല്ലാം നോക്കുമ്പോൾ ഒരു ദൈവദൂതനെ പോലെ നിൽക്കുന്നതായിട്ട് തോന്നിയേക്കാം. പക്ഷേ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കറിയത്തില്ല എൻ്റെ കർത്താവുമായിട്ട് എനിക്കൊരു ബന്ധം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇവിടെ നിങ്ങൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ പാട്ട് പാടുന്ന കുഞ്ഞുങ്ങൾ, ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന കുഞ്ഞുങ്ങൾ, ഞങ്ങളെപ്പോലുള്ള ദേവദാസന്മാർ, ഇവിടേക്കത് പ്രിയപ്പെട്ടവർ, നമ്മളെല്ലാം ഒന്ന് സ്വയം വിലയിരുത്തണം. ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ, നമ്മൾ ഈ ശുശ്രൂഷ ചേർന്ന് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ പേരിന് വേണ്ടി വരുന്നതാണോ അതോ കർത്താവുമായിട്ടൊരു ഒരു ഇൻറ്റിമസി ഉണ്ടോ എന്ന് നാം എന്ത് ചെയ്യണം? ഒന്ന് സെൽഫ് എക്സാമിനേഷൻ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. അതൊരു ഫേക്ക് ഫ്രൂട്ട്ഫുൾ ലൈഫാണ്. മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നെന്ന് പറഞ്ഞാൽ ആരും സ്വർഗത്തിൽ പോകത്തില്ല. ജീവിതത്തിൽ സക്സസ് ആയി എന്നും പറഞ്ഞ് ആരും എന്ത് ചെയ്യത്തില്ല, സ്വർഗത്തിൽ പോകത്തില്ല. അത് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം. അതുപോലെ നല്ല മോറൽ ബാക്ക്ഗ്രൗണ്ട്, എനിക്കും ജിജിക്കൊക്കെ അറിയാവുന്നൊരു വ്യക്തിയുണ്ട്, ബോംബെയിലാണ്. അദ്ദേഹം നമ്മുടെ മലയാളി സൊസൈറ്റിക്ക് വേണ്ടി വളരെ വലിയ കോൺട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം BARC ബാബ ആറ്റോണമി റിസർച്ച് സെൻറ്ററിലെ വളരെ സീനിയറും 3-4 ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന നമുക്കിവിടെ കിട്ടുന്ന സാലറിയേക്കാളും കൂടുതൽ സാലറി അവിടെ വാങ്ങിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ അദ്ദേഹം വളരെ അനുഗ്രഹിക്കപ്പെട്ട, പുറമേ കാണും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ ചെയ്യും. പക്ഷേ വീട്ടിലോട്ട് കയറാനായിട്ട് എന്ത് ചെയ്തില്ല, പറ്റത്തില്ല. അതായത് മലയാളി സമൂഹത്തിനും സഭയ്ക്കും ദൈവദാസന്മാർക്കും എല്ലാം നല്ല മനുഷ്യനാണ്. ഒരു ബ്ലാക്ക് മാർക്ക് അതിട്ട് പറയാനായിട്ടില്ല. പക്ഷേ വീട്ടിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് വിഷയങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് ശ്രദ്ധിച്ചോണം. ഞാനൊരു കാര്യം കൂടെ പറയാം, നിങ്ങൾക്ക് എന്നോട് വിഷമം തോന്നരുത്. ഞാൻ പറയുന്ന പല വാക്കുകളും ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമമായിട്ട് തോന്നും. അത് എനിക്ക് വിഷയമല്ല, അത് വചനം അങ്ങനെ തന്നെ പറയുന്നത് കൊണ്ട് പറയുകയാണ്. നമുക്കൊരു നല്ല
സമൂഹത്തിൻ്റെ ഇടയിലോ സഭയിലോ ഒരു നല്ല പേരുണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും നാം സ്വർഗത്തിൽ പോകാൻ വേണ്ടി എന്ത് ചെയ്യേണ്ട, ആഗ്രഹിക്കേണ്ട, നടക്കത്തില്ല. ശ്രദ്ധിച്ചോണം, ആത്മാവിൻ്റെ ഫലങ്ങൾ എന്നാണ് എഴുതിയേക്കുന്നത്, ആത്മാവിൻ്റെ ഫലമോ എന്നാണ് എഴുതിയേക്കുന്നത്. നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ട് ആത്മാവിൻ്റെ ഫലങ്ങൾ എന്നാണോ ആത്മാവിൻ്റെ ഫലമോ എന്നാണോ? സിംഗുലറാണ്, പ്ലൂറൽ അല്ല. അത് ശ്രദ്ധിച്ചോണം ആ പദം. ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾ നമുക്ക് അല്ലേ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, പല കാര്യങ്ങൾ നമുക്കതിനകത്ത് പല ഫലങ്ങളുണ്ടെന്ന് പറയാൻ സാധിക്കും. ഏതെങ്കിലും ഒന്നെനിക്ക് മതി എന്ന് പറയാം. പക്ഷേ ആത്മാവിൻ്റെ ഫലം, ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. അപ്പം ശ്രദ്ധിക്കണം, അത് ഒന്നുള്ളവനെല്ലാം ഉണ്ട്. ഒരു മാങ്ങ എടുത്താൽ ഒരു കവറിങ് ഉണ്ട് അല്ലേ, ഫ്ലഷായിട്ടൊരു സൈഡുണ്ട്, പിന്നെ ഹാർഡായിട്ടൊരു കവറിങ് ഉണ്ട്, നമ്മൾ മാങ്ങാണ്ടി എന്ന് പറയും അല്ലേ. അതിന് ശേഷം അതിൻ്റെ അകത്തുണ്ട് ഫ്ലഷ്, അതിൻ്റെ വിത്ത് അതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ ഇത് കായ്ക്കുന്നത് ഒരിക്കലും മാങ്ങാണ്ടി അല്ലെങ്കിൽ ഇതാണ് ഈ പുറത്തുള്ളതായ കവറിങ് ആയിട്ട് മാത്രമായിട്ടോ, അതിൻ്റെ അകത്തുള്ള ഫ്ലഷി ആയിട്ടുള്ള കാര്യം മാത്രമായിട്ടോ, അല്ലെങ്കിൽ അകത്തെ മാങ്ങാണ്ടി പോലുള്ളതായ വിഷയം മാത്രമായിട്ടോ, അതിൻ്റെ അകത്തുള്ള വിത്ത് സീഡ് മാത്രമായിട്ടോ അല്ല. ആണോ അല്ലയോ? ആണോ അല്ലയോ എന്ന് പറഞ്ഞതുപോലെയാണ് സ്നേഹമുണ്ട്, എന്തില്ല? സന്തോഷം, സമാധാനമുണ്ട്. പിന്നെ അടുത്തത് എന്താ? സ്നേഹം, സന്തോഷം, ദീർഘക്ഷമ. ഇത് ആത്മീയൻ്റെ സ്വഭാവം അല്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നീയും സ്വർഗത്തിൽ പോകത്തില്ല. ആത്മാവിൻ്റെ സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണേ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് കമ്പൽസറിയായ കാര്യമാണ്. അന്യഭാഷ പറയുന്നുണ്ട്, ശ്രദ്ധിച്ചോണം, അന്യഭാഷ ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എൻ്റെ ഉള്ളിലില്ല എങ്കിൽ നീ ഒരു കപട ആത്മീയനാണെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുമ്പോൾ വിഷമം ഉണ്ടാകേണ്ട, ഞാനൊരു കപട ആത്മീയനാണെന്ന് പറയേണ്ടി വരും. ഞാൻ പറഞ്ഞ ഭാഗം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ആരെയും വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഒരു സെൽഫ് എക്സാമിനേഷന് പറയുന്ന ഭാഗമാണ്. അങ്ങനെ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ഇത് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ എനിക്കും ബാധകമാണ്. ഞാൻ ഇതെല്ലാം തികഞ്ഞിട്ടല്ല ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യുന്നത്, പ്രസംഗിക്കുന്നത്. ഇപ്പം എൻ്റെ സീനിയർ പാസ്റ്റർ പറയാമായിരുന്നു, ഒരു വിരൽ ചൂണ്ടിയാൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ബാക്കി 3 വിരലിലേക്ക് എന്നിലേക്ക് എന്ത് ചെയ്യുക, ഞാൻ ചൂണ്ടുന്നതാണ്. സോ വളരെ ശ്രദ്ധിക്കുക. എന്താണ് ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ പ്രസംഗിക്കുമ്പോൾ ആ ആത്മാവിൻ്റെ ഫലങ്ങളെല്ലാം ഒരുവനിൽ കാണണം. ഒരു വിശ്വാസിയാണെന്ന് നാം അഭിമാനത്തോടെ പറയുമ്പോൾ ഈ സ്വഭാവം നമ്മളിലൂടെ എന്ത് ചെയ്യണം, സമൂഹം തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അതുപോലെ പല കാര്യങ്ങളുണ്ട്, ഫേക്കായിട്ടുള്ളതായ തെറ്റായ ഫലപ്രദമായ ജീവിതം. അടുത്തത് പേഴ്സണൽ അച്ചീവ്മെൻറ്റ്. നമ്മുടെ ജീവിതത്തിൽ പല പേഴ്സണലായ കാര്യങ്ങളും നമ്മൾ അച്ചീവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ നേരത്തെ ഇരുന്ന ചർച്ചിൻ്റെ എൻ്റെ സീനിയർ പാസ്റ്ററുടെ വൈഫൊക്കെ പ്രസിഡൻ്റിൻ്റെ കയ്യിൽ നിന്ന്, അതായത് ഇന്ത്യൻ പ്രസിഡൻ്റിൻ്റെ കയ്യിൽ നിന്ന് എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ, അവാർഡ് വാങ്ങിച്ചിട്ടുള്ളതായ, അതായത് ബോംബെയിലുള്ളതായ സ്ലമ്മിലെ എഡ്യൂക്കേഷന് വേണ്ടി അവർ കൊടുത്ത കോൺട്രിബ്യൂഷൻ പരിഗണിച്ച് എന്ത് ചെയ്തിട്ടുണ്ടെന്നറിയാമോ, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ, നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് അവർക്ക് ഞാൻ പറയുന്നത്, നമ്മുടെ ഇടയിൽ ഇങ്ങനെ ആദരിക്കപ്പെടുന്ന സമൂഹത്തിൽ പല അച്ചീവ്മെൻറ്റ് ചെയ്യുന്ന പല ആളുകളുമുണ്ട്. ഒരു പക്ഷേ നാളെ യുഗ ഗവൺമെൻറ് തന്നെ നമ്മുടെ തലമുറയോ നമ്മളെയോ മാനിച്ചേക്കാം. പക്ഷേ അതിനെ എന്തുമായി നാം തുലനം ചെയ്യരുത്. ദൈവം എനിക്ക് വേണ്ടി ശ്രേഷ്ഠത ചെയ്തു എന്ന് പറഞ്ഞ് നാം അതിനെ ഇവാലുവേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയാത്തിരുന്നത്. അത് ഈ ഭൂമിയിൽ നാം ചെയ്തതിൻ്റെ അല്ലേ ഒരു നാം നന്മ ചെയ്താൽ അത് മറ്റുള്ളവർ നമുക്ക് ആ നന്മയെ മനസ്സിലാക്കി നമുക്ക് തരുന്നതായ അംഗീകാരമായി നാം എന്ത് ചെയ്യുക, അതിനെ കാണുവാൻ തക്കവണ്ണം ഇടയാത്തിരണം. അത് എന്താണ് ഒരു കാര്യം അതിനകത്ത് ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ഒരു അംശം, ദൈവിക അംശം നമ്മളുള്ളത് കൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇത്തരം വിഷയങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക, സഹാനുഭൂതി അല്ലേ, അല്ലെങ്കിൽ ഒരു സഹതാപം ഒക്കെ നമുക്ക് തോന്നുവാനാണ് ഇടയാത്തിരുന്നത്. ആ വിഷയത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല, വിഷയം വിടുകയാണ്. അതുപോലെ തന്നെ പോപ്പുലാരിറ്റി ഉണ്ടാകുന്നത് ഇന്ന് ഇൻഫ്ലുവൻസറുടെ കാലഘട്ടം അല്ലേ, നമുക്കറിയാം ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാലഘട്ടമാണ് ഈ കാലഘട്ടങ്ങളെന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് അറിയാം, ഇൻഫ്ലുവൻസേഴ്സ് കണ്ടമാനം, കേരളത്തിലൊക്കെ കണ്ടമാനം ഇൻഫ്ലുവൻസേഴ്സ് നമുക്കുണ്ട്. അപ്പം ഈ ഫേമസ് ആകുന്നതോ അല്ലെങ്കിൽ പോപ്പുലാരിറ്റി ഉണ്ടാകുന്നതോ
ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നതൊന്നും ഇതൊന്നും ദൈവികമായ പദ്ധതിയുടെ ഭാഗമാണെന്ന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യല്ലേ, ചിന്തിക്കരുത്. അത് ക്രിസ്തീയ സമൂഹത്തിൽ തെറ്റായ ഫലപ്രദമായ ജീവിതമുള്ള കാര്യങ്ങളാണ്. ഒരു സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ ഇന്ന് ആർക്കും ഫേമസ് ആകാം എന്നൊരവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് നമുക്കറിയാം അല്ലേ. നല്ല രീതിയിൽ പ്രശസ്തരായവരുണ്ട്, തെറ്റായ രീതിയിൽ പ്രശസ്തരായവരുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ ചില റിലീജിയസ് റിച്വൽസ്, ആ റിലീജിയസ് ആയ റിച്വൽസ് അത് മുഖാന്തരം അതായത് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഔട്ട്വേർഡ് സ്പിരിച്വാലിറ്റി ഉണ്ട്, ഇൻവേർഡ് സ്പിരിച്വാലിറ്റി ഉണ്ട്. നിങ്ങൾക്കറിയാമോ ഞാൻ പറഞ്ഞ ഭാഗം എന്താണെന്ന്? ഔട്ട്വേർഡ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ എൻ്റെ കൂട്ട് വെള്ളയിട്ട് മീശയും ഉണ്ടല്ലോ, നേരത്തെ മീശയും പഠിച്ച് കമ്മലൂരി വെള്ളസാരി കൊടുത്ത് അല്ലെങ്കിൽ അപ്വേർഡ്ലി നോക്കിയാൽ അവർ സൂപ്പർ സ്പിരിച്വാലിറ്റി ഉള്ള ആൾക്കാരാണ്. പക്ഷേ ഇൻവേർഡ്ലി നോക്കിയാൽ എന്താണ്? നത്തിങ്ങാ. ഇതും എന്തിൻ്റെ ഭാഗമാണ്? തെറ്റായ, അതായത് തെറ്റിദ്ധരിക്കില്ല, ഞാൻ മീശ പഠിക്കുന്നതിനെതിരായിട്ടും കമ്മലൂരുന്നതിനെതിരായിട്ടൊന്നും അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടോ, ഇട്ടില്ലേ നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ എന്താ, അത് ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ കാര്യങ്ങളാണ്, നിങ്ങളുടെ പ്രൈവറ്റ് ലൈഫാണ്, അതിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ മാറിപ്പോകരുത്. എന്താണ്? ഇത്തരമെല്ലാം ഊരിക്കളഞ്ഞിട്ട്, ഇത്തരമെല്ലാം മാറ്റിവെച്ചിട്ട് സമൂഹത്തിൽ തെറ്റായ പ്രവണത ചെയ്യുമ്പോൾ, ദൈവവചനത്തിനെതിരായി നിലകൊള്ളുമ്പോൾ നാം അതിനെ ശക്തമായി വിമർശിക്കേണ്ടിയിരിക്കുന്നു. നാം പറയണം അത് തെറ്റായ ഒരു ഫ്രൂട്ട്ഫുൾ ലൈഫാണെന്ന് നാം പറയണം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഭാഗം ഒന്നാമത് ഞാൻ പറഞ്ഞത് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഈ ഫ്രൂട്ട്ഫുൾ ലൈഫിനെ പറ്റിയാണ്. അതിൻ്റെ ഒന്നാമത്തെ ഭാഗം ഞാൻ അതിൻ്റെ മീനിങ്ങിനെ പറ്റി പറഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞു എന്തല്ല ഫ്രൂട്ട്ഫുൾ ലൈഫ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച വിഷയം, ഈ വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുന്ന സമയത്ത് ലൂക്കോസിന്റെ സുവിശേഷം പഠിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം പറയുന്നുണ്ട്. 12-ാമത്തെ അധ്യായം 16 മുതലുള്ളതായ വാക്യങ്ങൾ, 16 മുതലുള്ളതായ വേഗത്തിൽ നിന്ന് വായിച്ചേ. ശ്രദ്ധിച്ചോണേ. ധനവാനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ഭൂമി എന്ത് ചെയ്തു? കണ്ടോ, അവനപ്പം മടിയനൊന്നും, ഈസ് നോട്ട് എ ലേസി മാൻ, വളരെ ഹാർഡ് വർക്കിംഗ് പേഴ്സണാണ്. ആര്? ആ ധനവാനായ മനുഷ്യൻ. വായിച്ചാട്ടെ. അപ്പോൾ ചോദിക്കുകയാണ്, ഞാൻ എന്തു ചെയ്യേണ്ടു? കണ്ടോ, എൻ്റെ വിളവ്, അതായത് നമ്മുടെ വെച്ച് പറഞ്ഞത് അക്കൗണ്ടിലൊന്നും ഇട്ടാൽ സർക്കാർ ചെട്ടിപ്പോവും, അതുപോലത്തെ അക്കൗണ്ടുകൾ, അതുപോലെ മണി അക്കൗണ്ടിൽ വന്നുകൂടി. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ കർത്താവ് എന്നെ കണ്ടമാനം എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു, മാനിച്ചു, സഹായിച്ചു. അടുത്തത്, എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. അടുത്തതാ, പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും, എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത്. കേട്ടോ, എൻ്റെ വീട് ഞാൻ നമ്മുടെ നാട്ടിൽ പള്ളിയൊക്കെ ചെയ്യുന്ന പോലെ ആകെപ്പാടെ 10-30 പേരെ അല്ലെങ്കിൽ 10-40 പേരെ ഇരിക്കാറുള്ളൂ. ആ പള്ളി വീണ്ടും ഇടിച്ച് പൊളിച്ച് ഫ്രണ്ട് കുറച്ച് അങ്ങോട്ട് പള്ളിയും അവിടെ നിന്ന് ഇങ്ങോട്ട് പണിയും. വീടാണെങ്കിൽ അല്പം ഷേപ്പ് പോരാൻ തോന്നുമ്പോൾ അവിടെ ഇടിക്കും, ഇവിടെ ഇടിക്കും, അല്ലേ, ഫേസ് ഇടിക്കും. ചിലപ്പം ഓട് പാകും, ചിലപ്പോൾ ഓട് പാകിയിട്ട് ബോക്സ് ടൈപ്പ് ആക്കും. ഇപ്പോൾ ഓരോ ടൈപ്പ് ഓരോ ഫാഷൻ വരുന്ന പോലെ കാര്യങ്ങൾ ചെയ്യും. അടുത്തത്, പിന്നെ അവൻ പറഞ്ഞത്, ഞാനിത് ചെയ്യും, എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ പറയുകയാണ്, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു. ആശ്വസിക്ക, തിന്നുക, കുടിക്കുക, ആനന്ദിക്ക എന്ന് പറയും. തിന്നുക, ഇതെല്ലാം നാം ഒത്തിരി കേട്ടിട്ടുള്ള കാര്യമാണ്, നാം പറയുന്ന കാര്യമാണ്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അടുത്ത ഭാഗം വായിച്ചാട്ടെ. ദൈവമോ അവനോട് മൂഢ. അവനെ വിളിക്കുന്നത് എന്താ? അവനെ നമ്മുടെ ഭാഷയിൽ നമ്മളാണ് വിളിക്കും, ഹീസ് എ സക്സസ്ഫുൾ മാൻ, ഫ്രൂട്ട്ഫുൾ മാൻ എന്ന് വിളിക്കും, അല്ലേ? പക്ഷെ ദൈവം അവനെ വിളിക്കുന്ന പേരെന്താ? മൂഢ. ശ്രദ്ധിച്ചോണേ, when we lead a Christian life, we have to very careful, വളരെ സൂക്ഷിച്ച് വേണം ക്രിസ്തീയ ജീവൻ നയിക്കാനായിട്ട്. പ്രോസ്പെരിറ്റി നമുക്ക് ആവശ്യമാണ്, അല്ലെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. പക്ഷേ പ്രോസ്പെരിറ്റി മാത്രമാണ് ചിന്തിച്ചവർ പലരും എന്താണ്, ഈ നമ്മുടെ ക്രിസ്തീയ കോളത്തിൽ നിന്ന് വീണുപോയൊരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്.
പലരും വീണ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. നമ്മുടെ മുമ്പിൽ എക്സാമ്പിളായിട്ട് അവർ നിൽക്കുക. ശ്രദ്ധിക്കണം, ആര് എന്തെല്ലാം ഒന്ന് പ്രസംഗിച്ചാലും വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ശ്രദ്ധിച്ചോണം, അവിടെ പറയുന്നത് മൂട, അവരെ വിളിക്കുന്ന പേരാണ് മൂട. അടുത്തത്, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ, ശ്രദ്ധിച്ചോണേ, തീർന്നില്ലേ? ഈ രാത്രിയിൽ അല്ലെങ്കിൽ ഈ സെക്കൻഡിൽ എന്റെ പ്രാണനെ, അടുത്തത്, നിന്നോട് ചോദിച്ചാൽ പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? നീ സമ്പാദിച്ചത് മുഴുവനും ആർക്കാണ്? അടുത്തത്, ദൈവവിഷയമായി സമ്പന്നനാകാതെ. കേട്ടോണ, ഈ ഭാഗമാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഭാഗം ഇതാണ്. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം, നിക്ഷേപിക്കുന്ന സകല പെന്തക്കോസുകാരന്റെയും കാര്യം ഇങ്ങനെയാകുന്നു. നമ്മൾ പെന്തക്കോസുകാരായതുകൊണ്ടാണ് എനിക്ക് പെന്തക്കോസുകാരെന്നുള്ള വാക്ക് കയറ്റിയത്. നിങ്ങൾ തെറ്റ് വിഷമിക്കേണ്ട ആ വിഷയത്തിൽ. നിങ്ങളെ പറ്റിയല്ല, ഞങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോഴും ചെറിയൊരു ആശ്വാസമായല്ലോ. കേട്ടോ, ആ ഭാഗം, അവസാനത്തെ ഭാഗം ശ്രദ്ധിക്കണം. എന്താണ് പറയുന്നത്? ദൈവവിഷയത്തില് സമ്പന്നനാകാതെ നാം ഈ ഭൂമിയിൽ എന്തെല്ലാം സമ്പത്തുണ്ടാക്കിയാലും, എന്തെല്ലാം ഈ ഭൂമിയിൽ നാം ചേതച്ചു കൂട്ടിയാലും, ദൈവവിഷയത്തിൽ സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ശ്രദ്ധിക്കുക. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഈ ക്രിസ്തീയ ജീവിതം നാം മുമ്പോട്ട് നയിക്കുവാനായിട്ട്. സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈ നമുക്കൊരിക്കലും ഞാൻ പറഞ്ഞല്ലോ ഫ്രൂട്ട്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞല്ലോ, ഈ ഫ്രൂട്ട്ഫുൾ ലൈഫ് ഒരിക്കലും നമുക്ക് ഒറ്റയ്ക്ക് മുമ്പോട്ട്, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, ഒറ്റയ്ക്ക് നിൽക്കുക അല്ലെങ്കിൽ കൂട്ടമായി നിൽക്കുക എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ബലഹീനരാണ്. അപ്പോൾ കർത്താവ് പറയുന്ന കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം എടുക്കുന്ന സമയത്ത് അതിൻ്റെ 15-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താ പറയുന്നത്? 15:4, യോഹന്നാൻ 15:4, എന്നിൽ വസിക്കണം. കർത്താവ് പറയുകയാണ്, നിനക്ക് ഒറ്റയ്ക്ക്, കർത്താവിനെ അറിയാൻ നമുക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ലെന്ന്, ഫ്രൂട്ട്ഫുൾ ലൈഫ് നയിക്കാനായിട്ട്, ഫലപ്രദമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയുകയില്ല. കാരണം വേദപുസ്തകം പറയുന്നുണ്ട്, നാം ബലഹീനര് ആണ്. കർത്താവ് പറയാണ്, നീ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്, പകരം ആരുണ്ട്? കർത്താവുണ്ട്. കർത്താവ് പറയാ, എന്താ പറയുന്നേ? പറഞ്ഞേ, എന്നിൽ വസിപ്പീൻ. കർത്താവ് പറയാണ്, നീ എന്നിൽ എന്ത് ചെയ്യണം? വസിപ്പീൻ. അതായത് ഹൂസ് റെസ്പോൺസിബിലിറ്റി ഈസ് ദാറ്റ്? അത് കർത്താവല്ല എന്നെ ഒട്ടിക്കുന്നത്, പകരം ഞാൻ ഒട്ടണം. ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? അല്ലേ? സംതിങ്, ഞാൻ പോലെ ബാപ്റ്റിസ്റ്റെ പറഞ്ഞപ്പോൾ ഒക്കെ കഴിഞ്ഞ സംസാരിച്ച വിഷയമാണല്ലോ. സംതിങ് എന്താണ്? ദൈവം എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമല്ല, പകരം ഇത് സത്യമാണെന്ന് മനസ്സിലാക്കി അങ്ങോട്ട് ചെന്ന് കയറുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് ചെന്ന് ഒട്ടുന്ന കാര്യമാണ് ദൈവകൽപ്പന സ്വീകരിക്കുക എന്നുള്ളത്. സ്വത്രം. അല്ലേ? ഇവിടെ തന്നെയാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഒന്ന് വായിച്ച ഭാഗം, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഞാൻ എന്ത് ചെയ്യും? നിങ്ങളിലും വസിക്കും. ശ്രദ്ധിക്കണം. ദാറ്റ്സ് എ കണ്ടീഷൻ. നമ്മളൊരു വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ, വാഹനം എടുക്കുമ്പോൾ എല്ലാം കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷനാണ് പറയുന്നത്. കണ്ടീഷൻ പറയുകയാണ്, നിങ്ങൾ എന്നിൽ എന്ത് ചെയ്യണം? വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. നമ്മുടെ ഭാഷ പറഞ്ഞ്, എന്നാൽ ഞാൻ നിങ്ങളിൽ എന്ത് ചെയ്യും? ദാറ്റ്സ് എ കണ്ടീഷൻ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുമേ, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്. നമ്മൾ കർത്താവ് വന്നിട്ട് നമ്മിൽ വസിക്കാം എന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ലത്, ദൈവമേ, ഞാൻ ഇന്ന് ഈ ശുശ്രൂഷയിൽ എന്ത് ചെയ്യുന്നു? അങ്ങിൽ വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ശുശ്രൂഷയിൽ നാം അങ്ങോട്ട് ചേർന്ന് എന്ന് എന്ത് ചെയ്യണം? വസിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. അതിനെയാണ് പറയുന്നത് ഫ്രൂട്ട്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. അല്ലേ? കർത്താവിനറിയാം, കർത്താവ് ചെയ്യട്ടെ, അല്ലേ? അങ്ങനെയല്ല, കർത്താവെ അംഗീഹിതമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? അങ്ങിൽ വസിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുവാൻ തക്കവണ്ണം ഇടയായി തീരണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് എന്താണ്, നമുക്ക് ഒറ്റയ്ക്ക് ഫലം കായ്ക്കുവാനായിട്ട് കഴിയുകയില്ല. അതിനാണ് ഞാൻ ഇപ്പോൾ വായിച്ച വാക്യം, കർത്താവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണെന്നുള്ളത്. അതുപോലെ തന്നെ ബിയോണ്ട് നമ്മുടെ എന്തുകൊണ്ടാണ് ഈ ഫലം കായ്ക്കാത്തത്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്കതിനുള്ളതായ ശക്തി ഇല്ലെന്നുള്ള വിഷയമാണ്. നമുക്കതിനുള്ളതായ
ശക്തി ഇല്ലെന്നുള്ള വിഷയം. അപ്പം നമ്മൾ ഈ ദിവസങ്ങൾ എന്ത് ചെയ്യണം? ഈ ദിവസങ്ങൾ അതിനുള്ളതായ ശക്തി സ്വീകരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരണം. സോ ഞാൻ പല വിഷയങ്ങളും വിടുകയാണല്ലോ. അവസാന ഭാഗത്തിലേക്ക് ഞാൻ വേഗത്തിൽ വരാം, നമുക്ക് സമയമില്ലല്ലോ. ഈ ഞാൻ പറഞ്ഞ വിഷയം ആത്മാവിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ട്ഫുൾ ആയിരിക്കണം എന്നുള്ള വിഷയം സംബന്ധിച്ചാണ്. ആ ഫലത്തിൻ്റെ പ്രാധാന്യത എന്തുകൊണ്ട് നാം അതിൻ്റെ വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രൂട്ട്ഫുൾ ലൈഫ് എന്നുള്ള വിഷയം സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ, ഒന്ന്, എന്തുകൊണ്ട് നാം വൈ വി ഹാവ് ടു ഹാവ് എ ഫ്രൂട്ട്ഫുൾ ലൈഫ്. ഒന്നാമത് നാം മനസ്സിലാക്കേണ്ട കാര്യം, അതിൻ്റെ ഇമ്പോർട്ടൻസ് പഠിക്കുമ്പോൾ, ഫലം കൊണ്ട് എന്തിനെ തിരിച്ചറിയാം? ഫലം കൊണ്ട് എന്ത് തിരിച്ചറിയാം? വൃക്ഷത്തെ ഫലം കൊണ്ടാണല്ലോ നമ്മൾ പലപ്പോഴും വൃക്ഷത്തെ എന്ത് ചെയ്യുന്നത്? തിരിച്ചറിയുന്നത്. നിങ്ങൾക്കറിയാമോ, അന്ത്യോക്യയിൽ വെച്ചാണ് നമുക്ക് സത്യം പറഞ്ഞാൽ പേര് വീഴുന്നത്. അറിയാമോ? എന്തോ പേരാ വീണേ? ക്രിസ്ത്യാനി എന്നുള്ള പേര്. അതിലേക്ക് വരാം. ഈ ശിഷ്യന്മാരെല്ലാം കൂടെ എന്ത് ചെയ്യുന്നറിയാമോ? വേല ചെയ്യാൻ വേണ്ടി വേലയ്ക്കിറങ്ങിയെന്ന് പറഞ്ഞാൽ കെയർ ജോബിന് പോയെന്നല്ല, പകരം എങ്ങോട്ടാ? സുവിശേഷ വേല ചെയ്തെന്നാണ് പറയുന്നത്. നമ്മളൊക്കെ ഇന്ന് വേറെ പരിപാടിയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, ഈ ശിഷ്യന്മാരെല്ലാം കൂടി ഇങ്ങനെ വേലയ്ക്കിറങ്ങിയപ്പോൾ അവിടെയുള്ള ജാതീയരായ ആളുകൾ അവരെ വിളിച്ച പേരാണ് എന്താണ്? പറ. അവിടെയുള്ള ജാതീയരായ ആളുകൾ ആരെ വിളിച്ചതാ? ശിഷ്യന്മാരെ വിളിച്ച പേരാണ് ക്രിസ്ത്യാനി. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? എന്തോ മനസ്സിലായേ? അവരുടെ ജീവിതത്തിൽ ക്രിസ്ത്യാനി എന്ന ജനസമൂഹം അവരെ വിളിച്ചു. ഒരു പക്ഷേ കളിയാക്കി വിളിച്ചതാകാം, അല്ലാതെ വിളിച്ചതാകാം, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷെ ഒരു കാര്യം ഞാൻ അവിടെ ഉറപ്പിച്ചു, ക്രിസ്തുവിൻ്റെ സ്വഭാവം അവരിലൂടെ ആ സമൂഹത്തിൽ പ്രകടിപ്പിച്ചപ്പോൾ സമൂഹം അവരെ വിളിക്കുകയാണ് എന്ത്? ക്രിസ്ത്യാനി. അങ്ങനെയാണ് നിങ്ങൾ പറ, എൻ്റെയും നിങ്ങളുടെയും സ്വഭാവം കണ്ടിട്ട് ബാൺസപ്പിലെ ആൾക്കാർ വിളിക്കുന്ന പേരെന്തുമായിരിക്കും? പറഞ്ഞേ. നമ്മൾ കോളേജിൽ കാണിക്കുന്ന പരിപാടി, നമ്മുടെ ജോലി സ്ഥലത്ത് കാണിക്കുന്ന പരിപാടി, നമ്മുടെ കുടുംബത്തിൽ കാണിക്കുന്ന പരിപാടി കണ്ടിട്ട് മറ്റുള്ളവർ നമ്മളെ വിളിക്കേണ്ട പേരെന്തുവാ? അത് നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞാൽ മതി. ആലോചിച്ച് നോക്കി, സത്യമല്ലേ? ഞാൻ പറയുന്നത്, ഫലം കൊണ്ട് വൃക്ഷത്തെ എന്ത് ചെയ്യാം? തിരിച്ചറിയാം. ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ നമ്മുടെ ജിബിജാനും ജിജിയൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോമിൽ തന്നെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. അവിടെ ആരോ എന്ന് പറഞ്ഞൊരു സഹോദരനുണ്ട്. പുള്ളി എന്നെ വിളിക്കുന്ന പേര് ഇപ്പോഴും പുള്ളിക്കാരൻ എന്നെ വിളിക്കുന്നൊരു പേരുണ്ട്, ജീസസ് മാൻ. പലരും ചോദിക്കാറുണ്ട്, പുള്ളി പലപ്പോഴും അഭിസംബോധന ചെയ്യുന്ന ഇന്ന ജീസസ് മാൻ വന്നതെന്നുള്ളതാണ്. പറഞ്ഞ മനസ്സിലാകുന്നതാണ്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? നീ എവിടെയാണോ നിൽക്കുന്നത് അതാണ് നിൻ്റെ വേലസ്ഥലം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നീ ജോലി സ്ഥലത്താണെങ്കിൽ അതാണ് നിൻ്റെ, പറ, വാ കൊണ്ട് നിങ്ങൾ പറ, ഓപ്പൺ യുവർ മൗത്ത് ആൻഡ് ടെൽ മീ. നീ ജോലി സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ ആ ജോലി സ്ഥലമാണ് നിൻ്റെ വേലസ്ഥലം. നീ ഗ്രൗണ്ടിലാണ് നിൽക്കുന്നതെങ്കിൽ, പാർക്കിലാണ് നിൽക്കുന്നതെങ്കിൽ അതാണ് നിൻ്റെ വേലസ്ഥലം. നമ്മൾ എന്താ പറയുന്നത്, ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കുന്നെങ്കിൽ അതാണ് നിൻ്റെ വേലസ്ഥലം. കർത്താവേ എന്നെ അയക്കണേ, നീ പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി ഗാഡ് ഈസ് അപ്പോയിൻറ്റഡ് യു. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? വളരെ സിമ്പിളായിട്ടല്ലേ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയല്ലേ ഞാൻ പറയുന്നത്. ദൈവം എന്നെയും നിന്നെയും നിയോഗിച്ചിരിക്കുകയാ. ആയിരിക്കുന്ന ഇടത്ത് എന്ത് കാണിക്കാനായിട്ടാണ്? നമ്മുടെ പൊസിഷൻ്റെ പ്രിവിലേജ് കാണിക്കാൻ വേണ്ടിയല്ല, പകരം എന്താ? ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുവാൻ. സ്വത്രം ഒരു സ്വത്രം പറഞ്ഞു. പ്രേക്ഷല്ലോ, ഇടയ്ക്കൊരു ആദ്യം ഞാൻ സ്വത്രം പറയണത്, ഇടയ്ക്കൊരു സ്വത്രമൊക്കെ പറയുന്നത്, പ്രസംഗിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. രണ്ടാമത്, ഈ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രൂട്ട്ഫുൾനെസ്സിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാമത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയും. രണ്ടാമത്, ഈ ഫ്രൂട്ട്സൊക്കെ എന്തിനുള്ളതാ? പറഞ്ഞേ, പറയാം, കുഞ്ഞുങ്ങളൊക്കെ പറയാം, ഫ്രൂട്ട്സൊക്കെ എന്തിനുള്ളതാ? കഴിക്കാനുള്ളതാ. ഈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് അതിൻ്റെ ട്രീ ആണോ? ആപ്പിളാണോ? ആപ്പിൾ മരമാണോ ആപ്പിൾ കഴിക്കുന്നത്? പിന്നെ ആരാ കഴിക്കുന്നത് മൊത്തം? ഞാനെന്ന് പറഞ്ഞേ.
ഈ ബാൺസേവയുടെ ആപ്പിൾ മൊത്തം കഴിക്കുന്ന ആരാ? നമ്മളാ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ഫ്രൂട്ട്സ് ഈസ് ഫോർ സേർവിങ് അതേഴ്സ്. ഒരു സ്വത്രം പറയാമെങ്കിൽ ഒരു ചിരിച്ചോണ്ട് സ്വത്രം പറഞ്ഞേ, സ്വത്രം. ഹല്ലേലൂയ. ഫ്രൂട്ട്സ് ഈസ് ഫോർ സെർവിങ്. നമ്മളിലൂടെ വെളിപ്പെടുന്ന ഈ ആത്മാവിൻ്റെ ഫലങ്ങളുണ്ടല്ലോ, ആ ഫലങ്ങൾ എന്തിനുള്ളത് പറഞ്ഞേ? എൻ്റെ സമൂഹത്തിലുള്ള, എൻ്റെ സഭയിലുള്ള, എൻ്റെ ജോലി സ്ഥലത്തുള്ള, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് സേർവ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യമാണെന്ന് നാം തിരിച്ചറിയണം. സ്തോത്രം. ദിവസം പറഞ്ഞു, ഒരുത്തൻ തൻ്റെ സ്വന്തം ഗുണം മാത്രം അല്ലേ? അങ്ങനെ പറഞ്ഞു, ഒരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം എന്ത് ചെയ്യണം? നിങ്ങളാരും ദിവസം വായിച്ചിട്ടില്ലേ? അങ്ങനെ വാക്യമുണ്ട്. ഒരുവൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം എന്ത് ചെയ്യണം? നോക്കണമെന്ന് പറയുന്നത്. സ്വത്രം. ഹല്ലേലൂയ. അതുപോലെ കർത്താവ് പറഞ്ഞ ഭാഗമുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ, ഇപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് പറയാം, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഉപ്പ്, വെളിച്ചം മാത്രമല്ല ഉപ്പെന്നും പറയുന്നുണ്ട്, രണ്ടുമുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണെന്നും വെളിച്ചമാണെന്നും എല്ലാം വചനമുള്ള കാര്യമാണ്. നമ്മൾ പറഞ്ഞേ, ഈ ഉപ്പ് എന്ത് ചെയ്യുന്നതാ? ടേസ്റ്റ് വരുന്നതാ. വെളിച്ചം മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കുവാൻ വേണ്ടിയാണ്. ഈ വചനങ്ങളൊന്നും വെറുതെ എഴുതി വെച്ചേക്കുന്ന ഇറ്റ്സ് എ മെസ്സേജ് ഫോർ മീ. എനിക്കും നിങ്ങൾക്കുമുള്ള ഒരു ദൈവിക മെസ്സേജാണ് നാം എന്ത് ചെയ്യണം? നാം മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ മറക്കരുത്, ഫലം കൊണ്ട് വൃക്ഷത്തെ എന്ത് ചെയ്യാം? തിരിച്ചറിയാം. രണ്ട്, ഫ്രൂട്ട്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവരെ സെർവ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് അത് അടുത്ത ഒരു തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഇത് നിലത്ത് വീണിട്ടാണല്ലോ അടുത്തൊരു തലമുറ. ഹലോ, ആണോ അല്ലയോ? അങ്ങനെയാണ് എങ്കിൽ ഈ ഫ്രൂട്ട്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ സഭയ്ക്കകത്തു നിന്ന് അടുത്തൊരു തലമുറ എഴുന്നേൽക്കുന്ന ശുശ്രൂഷ കൂടിയാണ്. നിന്റെ കുടുംബത്തിൻ്റെ ഞാനൊരു ഫ്രൂട്ട്ഫുൾ ലൈഫ് നയിക്കുമ്പോൾ ശ്രദ്ധിച്ചോണേ, അത് ദൈവത്തിന് മാത്രമല്ല സമൂഹത്തിനും മാതൃകയുള്ളൊരു സമൂഹത്തെയാണ് പെന്തക്കോസ്ത് സമൂഹം കെട്ടിപ്പടുത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് ആ വിഷയത്തിൽ. കാരണം എന്താ? മദ്യപാനത്തോട് മദ്യപിക്കാത്ത ആൾക്കാർ മറ്റെല്ലാ സമൂഹങ്ങളിലും ഉണ്ട്. അവരെ എല്ലാം ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഏറ്റവും കൂടുതൽ കൊലപാതകമില്ലാത്തൊരു സമൂഹം, ഏറ്റവും കൂടുതൽ ആത്മഹത്യയില്ലാന്നല്ല, ഏറ്റവും കുറവ് ആത്മഹത്യയില്ലാത്തൊരു സമൂഹം, അതുപോലെ വിവാഹമോചനം ഏറ്റവും കുറവുള്ളൊരു സമൂഹം അല്ലേ? ആലോചിച്ച് നോക്കിയേ. മദ്യപാനം വളരെ ഇപ്പോഴൊക്കെ അവിടെ ഇവിടെ കണ്ടുവരുന്നുണ്ട്. മദ്യപാനം ഏറ്റവും കുറവുള്ളൊരു സമൂഹം, പുകവലി ഏറ്റവും കുറവുള്ളൊരു സമൂഹം അല്ലെ? ആലോചിച്ച് നോക്കി. അത് പ്രത്യേകിച്ച് ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഇടയിൽ ഇങ്ങനൊരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന് പറയുന്നത് ആത്മനിറവുള്ള ദൈവദാസന്മാരെ ദൈവമൊക്കെ നമുക്കുണ്ടായിട്ടാണ്. സ്തോത്രം പറഞ്ഞേ. നമ്മളെക്കുറിച്ച് നല്ലത് പറയുമ്പോഴേ നല്ല സ്തോത്രം പറഞ്ഞു, കുഴപ്പമില്ല. സ്തോത്രം, നല്ല സ്തോത്രം പറഞ്ഞേ. എല്ലാവരും ചേർന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. അപ്പോൾ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുപോലെ മതത്തിന് വേണ്ടി ഇടിക്കാനോ ഒന്നും ഇറങ്ങാത്തൊരു സമൂഹം. നല്ല ചോദിക്കേ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പിതാക്കന്മാർ അതിനുവേണ്ടി കൊടുത്ത വിലയ്ക്ക് അത് വളരെ വലുതാണ് എന്ന് നാം തിരിച്ചറിയണം. പല കുടുംബങ്ങളുടെയും അവസ്ഥ വളരെ മോശമായ അവസ്ഥയാണ്. മദ്യപാനം കൊണ്ടും അല്ലാതെയും ഒക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. പക്ഷേ ഒരു കാര്യം ഓർക്കണം, പെന്തക്കോസ്ത് സമൂഹത്തിൽ നിന്നുകൊണ്ട് നാം വളരെ അഭിമാനത്തോടെ നിൽക്കുവാനൊക്കെ പലപ്പോഴും നമുക്കിത്, ഞാനൊരു പെന്തക്കോസ്തുകാരിയാണെന്ന് പറയാൻ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ? ലജ്ജ പോലെ തോന്നാറുണ്ട്. പലപ്പോഴും ഞാൻ പലരെയും ഫേസ് ചെയ്യുമ്പോൾ കാണാറുണ്ട്. പലരും ഒരു പാസ്റ്റാണെന്നോ, അല്ലെങ്കിൽ പലരും ഒരു ദൈവദാസനാണെന്നോ, അല്ലെങ്കിൽ ഒരു പെന്തക്കോസ്ത് പൈതലാണെന്നോ പറയാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ പറയുന്നത് വളരെ അഭിമാനത്തോട് പറയേണ്ട ഒരു സമൂഹമാണ് നാം എന്ന് നാം മനസ്സിലാക്കണം. എവിടെ ചെന്നാലും അഭിമാനത്തോടെ പറയുക, ഞാനൊരു പെന്തക്കോസ്ത് സമൂഹത്തിൽപ്പെട്ട ഒരാളാണ്, ഞാൻ ഇത്തരം വിഷയങ്ങളെ എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, നമുക്ക് അവരെ നോ പറയാനുള്ള റൈറ്റ്സ് നമുക്ക് ഇവിടെ ഇല്ല. പക്ഷെ ഒരു കാര്യം ഓർത്തു, ഞാൻ സേവിക്കുന്ന ദൈവം, ഞാൻ നിൽക്കുന്നതായ തിരുവചന സത്യങ്ങൾ അതിനെ എന്നെ എന്ത് ചെയ്യില്ല, ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് ധൈര്യപൂർവ്വം മാറി നിൽക്കുന്നവനെ ഭക്ഷണം തെറ്റാതെ നമുക്ക് വിളിക്കാൻ സാധിക്കും ഫ്രൂട്ട്ഫുൾ ലൈഫുള്ള വ്യക്തി എന്ന്, അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരനെന്ന്. മൂന്ന് കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ഫലം കൊണ്ട് വൃക്ഷത്തെ എന്ത് ചെയ്യാം? തിരിച്ചറിയാം. രണ്ട് പറഞ്ഞത് മറ്റുള്ളവരെ സെർവ് ചെയ്യാനായിട്ട് നാം എന്ത് ചെയ്യുന്നു?
ഈ ഫ്രൂട്ട്സ് ഉപയോഗിക്കണം. അതോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴങ്ങളെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. എന്താണ്? ഫ്രൂട്ട്ഫുൾ ലൈഫിനെ പറ്റിയാണ് പറയുന്നത്. അടുത്തത് നെക്സ്റ്റ്, ഒരടുത്ത തലമുറ പണിതെടുക്കുവാനായിട്ട് ഇടയാകണം. അതിനുവേണ്ടിയാണ് ഈ ഫ്രൂട്ട്സ്. അതോടൊപ്പം തന്നെ വേഗത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഫലം കായ്ക്കണേ നാം എന്ത് ചെയ്യണം? ഫലം കായ്ക്കണേ വെറുതെ ഫലം കായ്ക്കുകയാണോ? നാം ഒരു വാഴ കൊണ്ടുവച്ചു, അത് വെട്ടാൻ സമയമാകുമ്പോൾ കൂടി എന്നാൽ മതിയോ? പിന്നെ നാം എന്ത് ചെയ്യണം? വാട്ട് വി ഹാവ് ടു ഡു? പ്രൈസ് ദി ലോർഡ്. അന്ന് നമുക്കറിയാം, നമ്മുടെ ഭാഷയിൽ പറയാം, പെന്തക്കോസ്തുകാരുടെ ഭാഷയിൽ പറയാം, വചനത്തിൽ നിന്ന് പറയാം, അതിൻ്റെ വേര് ആഴത്തിലൊന്ന് ഇറങ്ങണം. ചിലതൊക്കെ വലിച്ചാൽ പെട്ടെന്ന് ഈ പോരും. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ വേരും താഴോട്ട് പോയിട്ടില്ല, അതിന് വലിയ സ്ട്രോങ് ഒന്നും ഇല്ല. പ്രശ്നം വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും? മറിഞ്ഞു പോകും. എന്നാൽ വേര് താഴോട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം ഫലം കായ്ക്കുവാൻ. എവിടെ വേരിറങ്ങേണ്ടത്? മണ്ണിലല്ല. ഞാൻ ആ വിഷയത്തെപ്പറ്റിയല്ല ഞാൻ പറഞ്ഞത്. ക്രിസ്തുവിൽ നിൻ്റെ വേര് താഴോട്ടിറങ്ങിയാൽ നിൻ്റെ ജീവിതത്തിൽ നീ ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അടുത്തത്, നമ്മുടെ ജീവിതത്തിലുള്ളതായ മുമ്പ് ഞാൻ വായിച്ചതിൻ്റെ മേൽഭാഗത്ത് അതിന് അടുത്ത ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. എന്താണ്? ജഡത്തിൻ്റെ പ്രവൃത്തി എന്ന് കാണുന്നത് അല്ലേ? ജഡത്തിൻ്റെ പ്രവൃത്തികൾ. ആ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഓരോന്നും ചെത്തി മിനുക്കി വൃത്തിയാക്കി അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കളയണം. അല്ലെങ്കിൽ അഹങ്കാരത്തെ ചെത്തി വെളിപ്പാക്കണം. കയ്പുണ്ടെങ്കിൽ അത് നീക്കിക്കളയണം. കോപമുണ്ടെങ്കിൽ നീക്കിക്കളയണം. അസൂയ ഉണ്ടെങ്കിൽ നീക്കിക്കളയണം. ഈ വിഷയങ്ങളെയെല്ലാം ചെത്തി വെടിപ്പാക്കി മാറ്റിക്കളയുമ്പോൾ ഈ തെങ്ങയിലൊക്കെ ചെല്ലി കയറും. അതിനൊക്കെ മരുന്നടിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിനെ പോയിക്കാനായിട്ട് എല്ലാ പരിപാടി ആര് ചെയ്യും? കൃഷിക്കാർ. ഇതിനെ വെച്ചുകൊണ്ടിരുന്നാൽ ഈ തെങ്ങ് എന്ത് ചെയ്യും? കാണാൻ കുഴപ്പമൊന്നുമില്ലായിരിക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എവിടെയൊക്കെയോ മേളിൽ നിന്നൊക്കെ ഉണങ്ങി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞതുപോലെ ആത്മീയത എന്ന് പറയുന്നത് നമ്മൾ ഉണങ്ങാനായിട്ട് സമ്മതിക്കില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുള്ള സകല ജഡത്തിൻ്റെ പ്രവൃത്തികളെ നാം എന്ത് ചെയ്യണം? ചെത്തി വെടിപ്പാക്കി ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞെങ്കിൽ മാത്രമേ നാം അനുഗ്രഹം പ്രാപിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ നാം ഓടിയതും പ്രയത്നിച്ചതും കൊടുത്തതും വാങ്ങിച്ചതും എല്ലാം വൃഥാവായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ പറയുകയാണ്, എന്തുകൊണ്ട് ഫലം കായ്ക്കുവാൻ കഴിയുന്നില്ല? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. കർത്താവ്, ഈ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുകയാണ്, എന്തുകൊണ്ട് എനിക്ക് ഫലം കായ്ക്കാനായിട്ട് കഴിയുന്നില്ല? കാരണം ഒന്ന്, നമ്മളുള്ളതിലെല്ലാം അങ്ങ് തൃപ്തരാ. നമുക്കിത് നമുക്ക് അല്ലേ, എന്നാലും ചോദിക്കും, നമ്മൾ നേഴ്സുമാർ കേരളന്മാരായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? നേഴ്സുമാർ വന്നിട്ടുണ്ട്. അവരിവിടെ വന്നിട്ട് എന്താകുന്നുണ്ട്? കേരളന്മാർ വീണ്ടും ആരാകുന്നു? നേഴ്സാകുന്നു. പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും? അവർ ബാൻഡ് 6ഓ 7ഓ 8ഓ അല്ലേ, പ്രാപ്തിയുള്ളവർ, പഠിക്കാൻ താല്പര്യമുള്ളവർ കയറിപ്പോവും. ഞാൻ പറഞ്ഞിട്ടെ, നമ്മുടെ ഉള്ള അവസ്ഥയിൽ നമ്മൾ പലപ്പോഴും നമ്മളെ പിശാച് ബന്ധിച്ചിട്ടിരിക്കുക. ഉള്ള കംഫർട്ട് സോണിൽ കർത്താവ് ഇട്ടിരിക്കുക. ഈ കംഫർട്ട് സോണിൽ നിന്ന് മാറാതൊരു വളർച്ച നമുക്ക്. ഞാൻ പണ്ട് ഒരു ചെറിയ ക്ലാസ് റൂം എടുത്ത് ആരാധന തുടങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു. കർത്താവ് ആ ക്ലാസ് റൂമിനെ എന്ത് ചെയ്യുന്നറിയാമോ? നിറച്ചു. വർഷങ്ങളെടുത്തു. എൻ്റെ വിചാരം കർത്താവ്, കാരണം ഞാൻ ചോദിച്ചു, കർത്താവ് എന്ത് ചെയ്തു? തന്നു. ആ ക്ലാസ് റൂം മാറാൻ ഞാൻ തയ്യാറായില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനെ ഇടപെട്ടു, നീ ക്ലാസ് റൂം ഒന്ന് മാറി, ചെറിയ ക്ലാസ് റൂം ഒന്ന് മാറി കുറച്ചുകൂടെ വലിയ ക്ലാസ് റൂം എടുക്കാൻ പറഞ്ഞു. ഞാൻ കുറച്ചുകൂടെ വലിയ ക്ലാസ് റൂം എടുത്തു. അത് കർത്താവ് എന്ത് ചെയ്തു? നിറച്ചു. ശ്രദ്ധിച്ചോ? നീ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ ചില ആത്മീയ മാറ്റങ്ങൾ നിൻ്റെ കുടുംബത്തിൻ്റെ അകത്തും സഭയ്ക്കകത്തും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ. നമ്മുടെ കംഫർട്ട് സോൺ പൊളിയണം ദൈവമക്കളെ, എങ്കിലും ചില ദൈവപ്രവൃത്തി എന്ത് ചെയ്യത്തുള്ളൂ? ഉണ്ടാകത്തുള്ളൂ. സ്വതന്ത്രം. ഹല്ലേലൂയ. ഞാൻ അതിൽ അധികം ഞാൻ വിശദീകരിക്കുന്നില്ല. അതുപോലെ അടുത്തൊരു കാര്യമാണ് അറിവില്ലായ്മ. പലപ്പോഴും വചനത്തോടുള്ളതായ ബന്ധത്തിൽ പലതിനെപ്പറ്റി നമുക്ക് എന്തില്ല? അറിവില്ല. അതുകൊണ്ട് നാം ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? പറഞ്ഞേ, എനിക്ക് ഫലം കായ്ക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അറിയണം അല്ലേ? ഇതെങ്ങനെ അറിയുന്നേ? വചനം വായിക്കണം. സ്വതന്ത്രം. മിക്കവാറും പ്രസംഗിക്കാനോ അതും അല്ലെങ്കിൽ സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ വാക്യം കാണാൻ പഠിക്കാനോ ഒക്കെ ആയിരിക്കുമല്ലോ ഞായറാഴ്ച പൊടി തട്ടി പുസ്തകം എന്ത് ചെയ്യുന്നത്? എടുക്കുന്നത്. ഈ അവസ്ഥ മാറി നമ്മൾ 3 നേരം ഒരു ദിവസം ആഹാരം കഴിക്കും. പറ്റുമെങ്കിൽ 4 നേരം എന്ത് ചെയ്യും? കഴിക്കും. നമ്മളെല്ലാവരും മദ്യപിക്കാത്തവരായതുകൊണ്ട് അതനുസരിച്ച് ചാപ്പാടും കൂടെ എന്ത് ചെയ്യും?
അല്ല, ശാപ്പാട് പ്രിയന്മാരാണ്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും ശാപ്പാട് കഴിക്കുന്നവരാണ്. പെന്തക്കോസ്തുകാരെ കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാവരും ശാപ്പാട് പ്രിയന്മാരായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിൻ്റെ അകത്ത് വളരെ കുറച്ച് പേരുമുണ്ട്. ഞാൻ അവരെ എന്ത് ചെയ്യുന്നില്ല, ബുദ്ധിമുട്ടിക്കുന്നില്ല. ഹല്ലേലൂയ. പക്ഷേ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം ഇതാണ്, നമ്മൾ ഒരു ദിവസം നമ്മുടെ ഭൗതിക മനുഷ്യനെ പോഷിപ്പിക്കുവാൻ 3-4 നേരം ആഹാരം കഴിക്കുമ്പോഴും നമ്മുടെ ആത്മീയ മനുഷ്യൻ പട്ടിണി കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് മരിക്കുന്നത്? ആവശ്യത്തിന് വചനം ചെല്ലാതെ, ആവശ്യത്തിന് പ്രാർത്ഥനയില്ലാതെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ആത്മീയ മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ദിവസത്തിൽ നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമാണെന്ന് നാം മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഇതാണ് കർത്താവിൽ, മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, നാം കർത്താവ് വസിക്കണം. എങ്കിൽ കർത്താവ് എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ നമുക്ക് വിഷയം എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല വിഷയം. കർത്താവ് വസിക്കാൻ നമുക്ക് സമയം ഇല്ല. കർത്താവ് വസിക്കാൻ നമുക്ക് സമയമില്ല. സകല പരിപാടിയും കഴിഞ്ഞിട്ട് കർത്താവിന് സന്നിധി വന്നിട്ട് എല്ലാ വീടുകളിലും ഞാൻ കാണുന്നൊരു വിഷയമുണ്ട്. അവസാനത്തെ ഒരു എന്താണ്, കല്യാണത്തിനൊക്കെ നമ്മൾ കാണുന്നതാ, എല്ലാ പരിപാടിക്കും വേണ്ടി സമയമുണ്ട്, അതെല്ലാം മാറ്റി വെച്ച് അവസാനം പക്ഷേ പെട്ടെന്ന് പ്രാർത്ഥിച്ചങ്ങ് ഇറങ്ങാമെന്ന് പറയും. പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങാവുന്നത്. അവൻ രാവിലെ ബ്യൂട്ടി പാർലറിൽ 2 മണിക്കൂർ ഉണ്ടായിരുന്നു, അതിനപ്പുറത്ത് വണ്ടിയുടെ അറേഞ്ച്മെൻറ്റും 1 മണിക്കൂർ ഉണ്ടായിരുന്നു, എല്ലാം സമയമുണ്ട്. പ്രാർത്ഥിക്കുന്ന സമയം ഓടി വന്നിട്ട് പറയും, പക്ഷേ നമുക്ക് സമയം എല്ലാം താമസിച്ച് പോയി, നമുക്ക് എന്ത് ചെയ്യാം, പ്രാർത്ഥിച്ച് പെട്ടെന്ന് അങ്ങ് ഇറങ്ങാമെന്ന് പറയും. സോ അവരുടെ സൗകര്യം, അത് നടത്തുന്ന ആകും കുഴപ്പമില്ല, ഇറങ്ങുന്ന ആകും കുഴപ്പമില്ല, നിൽക്കുന്നവർക്കും കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, നമ്മളെല്ലാം അവസാനം പറഞ്ഞിട്ടുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് ആർക്ക് ഒരു പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ, കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ, സമായോഗത്തോടുള്ള ബന്ധത്തിൽ, ഇടമീറ്റിങ്ങുള്ള ബന്ധത്തിൽ നമുക്ക് ആൾക്കാർ വലിയ താല്പര്യമൊന്നും. നിനക്ക് താല്പര്യം, കഥ പറ, നീ എന്നിൽ വസിച്ചാൽ ഞാൻ നിന്നിൽ വസിക്കുമെന്ന് വചനം പറഞ്ഞാണോ അല്ലയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വസിക്കാൻ സമയമില്ലെങ്കിൽ നമ്മൾ വസിക്കുമോ? അപ്പോൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ നാം ഒരു തീരുമാനം എടുക്കണം. കർത്താവേ, അങ്ങിൽ വസിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സമയം ഞാൻ അങ്ങക്ക് എന്ത് ചെയ്യുന്നു അല്ലേ? എൻ്റെ സമയം ഞാൻ അങ്ങക്ക് വേണ്ടി നീക്കി വെക്കുന്നു. അങ്ങനെ സമയം നാം മാറ്റി വെച്ചാൽ കർത്താവ് നമുക്ക് വേണ്ടിയും എന്ത് ചെയ്യും? ഇറങ്ങി വരുവാനൊക്കെ വണ്ണം ഇടയാച്ചേരും. അതുപോലെ തന്നെ അവസാനമായി പറയുകയാണ്, എന്താണ് വ്യക്തമായ അവസാനത്തെ ലാസ്റ്റ് ഞാൻ അവസാനിപ്പിക്കുക. അവസാനം കുറേ നേരം ഞാൻ പറയാൻ തുടങ്ങിയിട്ട്, ഈ വ്യക്തമായ പരിപാലനമില്ലെങ്കിൽ ഈ ഫ്രൂട്ട്സൊക്കെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ മരങ്ങളൊക്കെ എന്ത് ചെയ്യും? വ്യക്തമായ പരിപാലനം ആവശ്യമാണ്. അത് സഭ കെയറാക്കാം, പാസ്റ്റർ കെയറാക്കാം, വിശ്വാസികളുടെ മധ്യത്തിൽ കെയറാക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സോ ഞാൻ പറയുന്ന കാര്യങ്ങൾ മറന്നു പോകരുത്. നമ്മുടെ ആത്മീയ ജീവിതം സംരക്ഷിക്കുവാൻ മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ നമ്മൾ, കാരണം ഒറ്റയ്ക്കൊക്കെ വിശ്വാസമുള്ളവരൊക്കെ മറ്റാരുടെയും സഹായമില്ലാതെയാണ് അവരുടെ ആത്മീയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് സഭയ്ക്ക് വലിയ റോള് ഉണ്ട് എന്നുള്ള കാര്യം നാം എന്ത് ചെയ്യും? മറന്നു പോകരുത്. ഒറ്റയ്ക്ക് നിൽക്കുന്നവർ, അല്ലാതെ നിൽക്കുന്നവർ, കുടുംബമായി നിൽക്കുന്നവർ എല്ലാം ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട്, ഉത്തരവാദിത്വം എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും എല്ലാവർക്കുമുണ്ട്. ഒരു കാര്യം മറന്നു പോകരുത്, എന്താണ്? വ്യക്തമായ പരിപാലനം ആവശ്യമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് വളരെ സിമ്പിളായ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലെ എന്താണ് ഫ്രൂട്ട്ഫുൾ ലൈഫ് ഉണ്ടാകുമെന്നൊക്കെ വളരെ ഇടയായിത്തീരണം. വലിയ അഗാധമായ വിഷയമൊന്നുമല്ല ഫ്രൂട്ട്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. ഒരു നിമിഷം കണ്ണുകളടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഫലവത്തായ ജീവിതം നയിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഒരു പേഴ്സണൽ കെയർ കർത്താവെ ദൈവസന്നിധിയിൽ നിന്നും ഉണ്ടാകുവാൻ ഇടയാകണമേ. അതോടൊപ്പം തന്നെ കർത്താവെ, ഞങ്ങൾ ഉള്ള അവസ്ഥയിൽ നിന്നും കർത്താവെ തൃപ്തയായ, അല്ലെങ്കിൽ ഞങ്ങൾ തൃപ്തരാകുന്ന ഞങ്ങളുടെ ഉള്ള അവസ്ഥയിൽ നിന്നും മാറി കർത്താവെ അധികമായി കർത്താവിനെ ആഗ്രഹിക്കുവാനും വാഞ്ചിക്കുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ആഴത്തിലേക്കൊന്ന് വേറിറങ്ങുവാൻ ദൈവം ഞങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ ജീവിതം കണ്ടുകൊണ്ട് അനേക ക്രിസ്തുവിലേക്ക് വരട്ടെ. കർത്താവെ, മറ്റുള്ളവരെ ഈ സെർവ് ചെയ്യുവാൻ അവിടെ വചനങ്ങൾ ഞങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്തൊരു തലമുറ വിശ്വാസത്തിൽ അടിയുറച്ച അടുത്തൊരു തലമുറ എഴുന്നേറ്റ് വരുന്നത് ഞങ്ങൾ ആത്മാവിൽ കാണുന്ന കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അവിടെ നിന്ന് ഇടയാക്കണം. വരുന്ന ദിവസങ്ങൾ എല്ലാവരും ആത്മനിറവുള്ള, ആത്മാവിൻ്റെ ഫലങ്ങൾ നിറഞ്ഞ, ആത്മാവിൻ്റെ വരങ്ങൾ നിറഞ്ഞ കർത്താവെ, അതുപോലെ ഫ്രൂട്ട്ഫുള്ളായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരായി മാറുവാൻ ദൈവം എല്ലാവരെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും കർത്താവിനെ ഗ്രഹിക്കുന്നവരായി സ്തോത്രം മുറ്റുമായിട്ട് ഏൽപ്പിക്കുന്ന സുരമേശ്വരൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കരങ്ങളടിച്ച് സന്തോഷത്തോടെ നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം.